ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ മലയാളി ഫുട്ബോൾ പ്രേമത്തിൽ ഒരു പങ്ക് ഖത്തറിനും നൽകും. ഖത്തറിന് വേണ്ടി ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി ബൂട്ട് അണിയുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. കണ്ണൂരുകാരൻ തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ് ഖത്തറിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്കും ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കണമെന്ന സ്വപ്നം കാണുന്നവർക്കും വലിയ പ്രചോദനമായി അത് മാറുകയാണ്. ലോകകപ്പിന്റെ ഗോളാരവം തുടങ്ങാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത്. ഈ സമയത്ത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഓരോ മലയാളിയെ സംബന്ധിച്ചും ഈ ലോകകപ്പ് അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നത് ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ ഇത്തവണ ലോകകപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള മലബാറുകാരനായിട്ടുള്ള തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. ഇത്തവണ അർജന്റീനയ്ക്കോ ബ്രസീലിനോ ഇംഗ്ലണ്ടിനോ പോർച്ചുഗലിനോ വേണ്ടി മാത്രമായിരിക്കില്ല മലയാളിയുടെ മനസ്സ് പോവുക. എന്താണ് നമ്മുടെ ഫുട്ബോൾ പ്രേമികൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? എന്താണ് നമ്മുടെ ഫുട്ബോളിലെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ഇത് നിറം പകരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇംഗ്ലണ്ട് ഫാനാണ്. പക്ഷെ ഇത്തവണ നമ്മുടെ മനസ്സ് മറ്റൊരു രാജ്യത്തിന് വേണ്ടി കൂടി പോകും. അത് ഏത് രാജ്യമായിരിക്കും? പിന്നെ അതിന് യാതൊരു സംശയമില്ല, ഖത്തർ തന്നെ. നമ്മുടെ മലയാളി ആദ്യ പ്രസൻസ് വരുന്ന വേൾഡ് കപ്പിൽ ആ മൈതാനത്ത് ബൂട്ടണിയാൻ പോകുന്ന ഒരു മലയാളി താരമുള്ളപ്പോൾ ഖത്തറിനൊപ്പം ഒരു മനസ്സുണ്ട്. നമ്മൾ ഫാൻസ് പല പ്രമുഖ രാജ്യങ്ങളോടൊപ്പമാണെങ്കിലും ഇക്കുറി ഒരു മലയാളിയുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് ഖത്തറിനോടൊപ്പം തന്നെയാണ്. ഇത്തവണ ഫിഫ ലോകകപ്പിൽ മലയാളി വൻകിട ടീമുകൾക്ക് വേണ്ടി മാത്രമാവില്ല ആരവം മുഴക്കുക. കണ്ണൂർക്കാരനായ തഹ്സീൻ മുഹമ്മദ് ജംഷീദിന്റെ ഖത്തറിന് വേണ്ടിയും ആ ആരവം മുഴങ്ങും. ഒരു മലയാളി ഫിഫ ലോകകപ്പ് കളിക്കുന്നു എന്നത് മലയാളികളായ മറ്റ് ഫുട്ബോൾ താരങ്ങൾക്കും വലിയ പ്രചോദനമാണെന്ന് അധ്യാപകൻ കൂടിയായ ഷമീർ. ഇത്തവണത്തെ ലോകകപ്പിലെ ഒരു മലയാളി ടച്ച് ഉണ്ടാകുന്നു, എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ സന്തോഷം. കാരണം നമ്മുടെ മക്കൾക്ക് അതൊരു വലിയ ഒരു വിഷനാണല്ലോ. അവിടെ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് ഇങ്ങോട്ടേക്ക് വളരെ നല്ല അറ്റൻഷൻ നമ്മുടെ ഈ സ്പോർട്സ് രംഗത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഖത്തറിൻ്റെ ഒരു മലയാളി തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന് പറയുന്ന ഒരു മലയാളി താരം, എനിക്ക് തോന്നുന്നു ഇനി വരും കാലങ്ങളിൽ കൂടുതൽ മലയാളികളുടെ സാന്നിധ്യം ലോകകപ്പിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വലിയൊരു പോസിറ്റീവാണ്, നല്ലൊരു സിഗ്നലാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലും മലയാളി ഉണ്ടാകാറുണ്ട്. എന്നാൽ ഫുട്ബോൾ ലോകകപ്പിൽ മലയാളി ഇല്ലാത്ത സങ്കടമാണ് ഇപ്പോൾ മാറിയതെന്ന് സർക്കാർ ജീവനക്കാരനും ഫുട്ബോൾ താരവുമായ വി ഷിജുവിന്റെ വാക്കുകൾ. ആ വേൾഡ് കപ്പിൽ മാത്രം ഒരു മലയാളി ഇല്ല എന്നുള്ളത്, ആ വിഷമം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. നമ്മുടെ തഹ്സീൻ നമ്മളെ മലയാളി നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വികാരം. കാരണം അതെ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ബ്രസീലിനെയും ഇംഗ്ലണ്ടിനെയും അതേമാതിരി മറ്റു ടീമുകളൊക്കെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ചിലപ്പോൾ ആ ഖത്തറിനെ കൂടെ നമ്മൾ സ്നേഹിക്കേണ്ടി വരും. കാരണം ഒരു സമീപ ഭാവിയിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുമല്ലേ? തീർച്ചയായും. അതായത് നമ്മളെ മക്കൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അവിടെ വരും. അതാണ് ഇന്നിപ്പോൾ ഖത്തർ ടീമിലേക്ക് തഹ്സീനെ സെലക്ട് ചെയ്യപ്പെട്ടതും കളിക്കുന്നതും. അത് നമുക്ക് എന്നും ഒരു ആവേശം തന്നെയാണ്. സ്വന്തം മക്കളെ കാൽപന്ത് കളി പരിശീലിപ്പിക്കാനായി കൈപിടിച്ചു കൊണ്ടുവരുന്ന അമ്മമാരാണ് ജസീലയും അസ്നയും അനിഷയും. അർജന്റീന ഫാൻസായ മൂവർക്കും ലോകകപ്പ് ഫുട്ബോളിലെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് പറയാൻ ചിലതുണ്ട്. ഇഷ്ടപ്പെട്ട ടീം ഏതാ ലോകകപ്പ് ഫുട്ബോൾ? അർജന്റീന. 3 അർജന്റീന ഫാനാണ്, ഞാനും അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തവണ നമ്മളെ സംബന്ധിച്ച് മലയാളിക്ക് ഒരു അഭിമാനമുണ്ട്. ലോകകപ്പ് അറിഞ്ഞിട്ടില്ലേ? അത് ഈ തഹ്സീൻ എന്ന് പറഞ്ഞ ഒരു മലയാളി ഖത്തറിന് വേണ്ടി കളിക്കുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? നമുക്കൊരു അഭിമാനമാണ്, നമ്മളൊരു മലയാളി എന്നുള്ളത് എനിക്ക് ഒരു അഭിമാനം. ദൂരം കുറയല്ലേ മലയാളികൾ എത്തുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു ആവേശമാണല്ലോ, പ്രതീക്ഷയാണല്ലോ. മലയാളികൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നൊരു 10 വർഷം മുമ്പ് മലയാളികൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഇതാണ്, സ്വപ്നം കാണാൻ പറ്റാത്തത്. അപ്പം മലയാളി എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു ആവേശമാണല്ലോ കുട്ടികൾക്ക്. അത് അഭിമാന നിമിഷമാണ്. നമ്മുടെ ഓരോ മലയാളികളുടെ ഇന്ത്യക്കാരൻ്റെ ഒക്കെ അഭിമാന നിമിഷമാണ്. നമ്മളെ കുട്ടികൾക്ക് നാളത്തേക്ക് അത് വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ ഒരു അവസരം അവന് കിട്ടിയത്. അതിൽ അഭിമാനിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ കളിക്കണമെന്ന സ്വപ്നവുമായി കോച്ചിന് കീഴിൽ നിരന്തര പരിശീലനം നടത്തുന്ന കുട്ടിത്താരങ്ങളാണ് ഐദിനും അമൻ ഫലക്കും. ഫിഫ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യക്കാർ
ഇന്ത്യക്കാരനും മലയാളിയുമായി തഹസിൻ മാറുമ്പോൾ ഈ കുട്ടിത്താരങ്ങൾക്ക് അത് നൽകുന്ന പ്രചോദനം ഏറെ വലുതാണ്. KFTCന്റെ താരങ്ങളല്ലേ? പിന്നെ എന്താ പേരെന്ന്? എൻ്റെ പേര് ഐദീൻ. ഐദീൻ. അമൽ ഫലക്. നിങ്ങളുടെ ഈ ഫുട്ബോളിൽ കളിക്കുന്ന സമയത്തെ ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, അത് എന്താ സ്വപ്നം? എന്താ? വേൾഡ് കപ്പ് കളിക്കണം ആഗ്രഹം. വേൾഡ് കപ്പ്. ഒരു മലയാളി ലോകകപ്പിൽ കളിക്കാൻ അവസരം കിട്ടിയത്, ഖത്തർ ടീമിൽ അവസരം കിട്ടിയ അറിഞ്ഞില്ലേ തഹസിൻ? അറിഞ്ഞോ? അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു മലയാളി ആടപ്പം വേൾഡ് കപ്പ് കളിക്കാച്ചാൽ ചില്ലറ കാര്യമല്ലല്ലോ. മൂപ്പർ എഫേർട്ടിനൊക്കെ മൂപ്പർക്ക് കിട്ടിയത് നല്ലതാണ്. എനിക്കും കളിക്കാനുള്ളൊരു പ്രചോദനം. ഭാവിയിൽ നിങ്ങളും കളിക്കൂല്ലേ? നമ്മുടെ ഇന്ത്യൻ ടീം ഒരു ലോകകപ്പ് കളിക്കണ്ടടാ, പൊളിക്കും നമ്മള്. തഹസീൻ ലോകകപ്പ് ടീമിൽ കളിക്കുമ്പോൾ അത് മലയാളികൾക്ക് വലിയ പ്രചോദനമാവുകയാണ്. ഈ കുട്ടികൾ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹം പോലെ ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുന്ന ഒരു ഫുട്ബോൾ ലോകകപ്പ് ഇനിയുണ്ടാവട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.